പ്രിയമുള്ളവരെ, വചനജ്വാല 1290 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 13 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 62 സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. പ്രിയരെ, ഇന്ന് 50 നോമ്പ് 11 ദിവസത്തിലേക്കും വിശുദ്ധ യൗസേപ്പിതാവിന്റെ വണക്കമാസം 13 ദിനത്തിലേക്കും പ്രവേശിക്കുന്നു. നമുക്ക് വചന വായനയിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനങ്ങൾ 62 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ആശ്വാസം ദൈവത്തിൽ മാത്രം. ഗായക സംഘ നേതാവിന് യദൂദൻ രാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒരുമ്പെടും? അവന്റെ ഔന്നത്യത്തിൽ നിന്ന് തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ദൈവമേ, എന്നും ദൈവത്തിൽ ശരണം വെക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. മർത്യൻ ഒരു നിശ്വാസം മാത്രം. വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ വ്യർത്ഥമായി ആശ വെക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. കർത്താവേ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യനെ പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ എവുഫ്രാസിയായെ അനുസ്മരിക്കുന്നു. എവുപ്രാസിയ അല്ല, എവുഫ്രാസിയ. കോൺസ്റ്റാന്റിനേപ്പാളിലെ തെയോഡോഷ്യസ് ചക്രവർത്തിയോട് അടുത്ത് ബന്ധമുണ്ടായിരുന്ന ആന്റിഗോന്യൂസ് എന്ന പ്രഭുവിന്റെ മകളാണ് എവുഫ്രാസിയ. അമ്മയുടെ പേരും എവുഫ്രാസിയ എന്നായിരുന്നു. ആന്റിഗോന്യൂസ് നേരത്തെ മരിക്കയാൽ വിധവ ഈജിപ്തിൽ പോയി ഒരു ആശ്രമം സ്ഥാപിച്ചു. ആശ്രമവാസികൾ
130 പേർ ഭക്ഷിച്ചിരുന്നത് സസ്യങ്ങളും പയറുമാണ്. ട്രാപ്പിസ്റ്റ് സ്വഭാവങ്ങളെ പോലെയാണ് അവരുടെ ജീവിതം. 7 വയസ്സുള്ളപ്പോൾ തന്നെ എവുഫ്രാസിയ അമ്മയോട് ഈ ആശ്രമത്തിൽ തന്നെ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആനന്ദതുന്തിലയായ മാതാവ് മകളെ മഠാധിപയുടെ അടുത്ത് കൊണ്ടുചെന്നു. മഠാധിപ ക്രിസ്തുനാഥന്റെ ഒരു ചിത്രം അവളുടെ കയ്യിൽ കൊടുത്തു. അത് സ്വീകരിച്ച് ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ എന്നെ വ്രതം വഴി ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുന്നു. അമ്മ തന്റെ മകളെ ക്രിസ്തുനാഥന്റെ തിരുസ്വരൂപത്തിന്റെ മുമ്പിലേക്ക് ആനയിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവായ യേശുവേ, അങ്ങയുടെ സംരക്ഷണത്തിൽ ഈ കുഞ്ഞിനെ സ്വീകരിക്കുക. അങ്ങയെ മാത്രമേ അവൾ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുള്ളൂ. അനന്തരം മകളോട് പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുക, നിന്റെ സഹോദരിമാരെ ബഹുമാനിക്കുക, എളിമയോടെ അവരെ നീ സേവിക്കുക. നീ രാജകുടുംബത്തിൽപ്പെട്ടവളാണെന്നോ നീ എന്തായിരുന്നുവെന്നോ നീ ചിന്തിക്കേണ്ട. അനന്തരം മകളോട് യാത്ര പറഞ്ഞ് സ്ഥലം വിട്ടു. താമസിയാതെ ആ സ്ത്രീ മരിച്ചു. വിവരങ്ങളറിഞ്ഞ് ചക്രവർത്തി എവുഫ്രാസിയോട് മടങ്ങി വരാനും ഒരു സെനറ്ററെ വിവാഹം കഴിക്കാനും ഉപദേശിച്ചു. ക്രിസ്തുവിനോട് താൻ നിത്യകന്യകാത്വം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണെന്നും തന്റെ സ്വത്ത് ദരിദ്രർക്ക് നൽകാനും തന്റെ അടിമകളെയെല്ലാം സ്വതന്ത്രരാക്കാനും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് എവുഫ്രാസിയ മറുപടി നൽകി. എവുഫ്രാസിയ തന്റെ സഹോദരിമാർക്ക് എളിമയുടെയും ശാന്തതയുടെയും ഉപയുടെയും ഉത്തമ മാതൃകയായിരുന്നു. എന്തെങ്കിലും പരീക്ഷ ഉണ്ടായാൽ ഉടനെ അത് സുപ്പീരിയറെ വെളിപ്പെടുത്തും. അവർ എന്തെങ്കിലും എളിയ ഒരു പ്രവൃത്തി പ്രായശ്ചിത്തമായി നിശ്ചയിക്കും. സൂര്യാസ്തമയത്തിന് ശേഷം കുറെ പയറും സസ്യങ്ങളും ഭക്ഷിക്കും. അതായിരുന്നു അവളുടെ ആഹാരം. ഒരിക്കൽ ഒരു ദാസി അവളെ കപടഭക്ത എന്ന് വിളിച്ചപ്പോൾ അവൾ പാദത്തിങ്കൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ് ചെയ്തത്. 30ാമത്തെ വയസ്സിൽ മരിച്ച് അവൾ തൻ്റെ സ്നേഹനാഥന്റെ അടുത്തെത്തി. പ്രിയരെ, ഒരു പരീക്ഷയെ ജയിക്കാൻ എവുഫ്രാസിയോട് സുപ്പീരിയർ പറഞ്ഞത് ഒരു കല്ലെടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് തിരികെ യഥാസ്ഥാനത്ത് വെക്കാനാണ്. ഒരിക്കൽ 30 പ്രാവശ്യം അങ്ങനെ ചെയ്ത ശേഷമാണ് പരീക്ഷയെ ജയിച്ചത്. വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന എത്ര പേർ ഇങ്ങനെ ചെയ്യും? നമുക്ക് വിശുദ്ധ എവുഫ്രാസിയായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നല്ല ഒരു വ്യാഴാഴ്ച ദിവസം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.